നമസ്കാരം. സരസ്വതി അക്വ ഫാമിൻ്റെ അക്വപോണിക്സ് കൃഷി കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗ്രോബട്ടിലെ ചീരയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു. അത് എല്ലാം പിഴുതു മാറ്റി. കാര്യം ഇപ്പോൾ കണ്ടിന്യൂസ് മഴ, ഇപ്പോൾ വേനൽ മഴ ഇപ്പോൾ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഉണ്ട്. ഇപ്പോൾ വേനൽ മഴ വരുമ്പോൾ ഉള്ളൊരു പ്രതിസന്ധി ഈ ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുന്ന നമ്മളെപ്പോലുള്ളവർക്ക് ഭയങ്കര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇതുപോലുള്ള കീടങ്ങളുടെ ആക്രമണം ഭയങ്കര രൂക്ഷമാണ്. നമ്മൾ തളിക്കുന്ന കീടനാശിനികൾ ഫലപ്രദമല്ല. മഴ പെയ്യുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് പോവും. അപ്പോൾ ഇവർ നശിപ്പിക്കാനായിട്ട് നമ്മൾ എത്ര തളിച്ചാലും മഴ പെയ്ത് പോവും. പിന്നെ രാവിലെ ഇതുപോലെ ഇല നിറച്ച് വെള്ളമായിരിക്കും. അപ്പോൾ കീടനാശിനികളുടെ ഉപയോഗം ഫലപ്രദമല്ല. ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ, ഇതുപോലെ തുറസായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതിസന്ധി നേരിടേണ്ടി വരും. അതിന് ഒന്നെങ്കിൽ മഴമറ പോലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അല്ലെങ്കിൽ വലിയ നമ്മുടെ കൃഷി മുഴുവൻ ഇവർ തിന്ന് നശിപ്പിക്കും. ഇപ്പോൾ കോവലൊക്കെ കായായി, പക്ഷേ ഇല മുഴുവൻ ഇവർ കീടങ്ങൾ തിന്ന് നശിപ്പിക്കുന്നുണ്ട്. പാവലയിൽ നിത്യവഴുതന ഒക്കെ കായായി, പാവലയിലൊക്കെ ധാരാളം പിടിച്ചിട്ടുണ്ട്. നമുക്ക് അവർ കുറേയൊക്കെ കുത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ജൈവ രീതിയിൽ ഇതുപോലെ അക്വപോണിക്സ് പോലുള്ള ജൈവ കൃഷികളൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഭയങ്കരമായിട്ടുണ്ട്. പയറിലൊക്കെ നന്നായിട്ട് പയർ കായ്ച്ചിട്ടുണ്ട്. പച്ചപ്പയർ ഒക്കെ ധാരാളം കായ്ച്ചു വരുന്നുണ്ട്. പടവലത്തെ ഒക്കെ ധാരാളം ഇട്ട് വരുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നേരിടുന്ന ജൈവ രീതിയിൽ ചെയ്യുമ്പോൾ വരുന്ന പ്രതിസന്ധി. കാര്യം കീടങ്ങളുടെയൊക്കെ ആക്രമണം ഭയങ്കര രൂക്ഷമായിരിക്കും. ഇലതീനിപ്പുഴുക്കളുമൊക്കെ. ജൈവ കീടനാശിനികളൊന്നും പ്രായോഗികമായിട്ട് ഫലപ്രദമല്ല. ഈ മഴ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമ്പോൾ പടവലമൊക്കെ നന്നായിട്ട് കായ്ച്ചു വരുന്നുണ്ട്. അപ്പോൾ മഴമറ സംവിധാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആണ്. ഓപ്പൺ എയർ ചെയ്യുമ്പോൾ, മഴമറയ്ക്കകത്താണ് ചെയ്യുന്നതെങ്കിൽ ജൈവ കീടനാശിനികളൊക്കെ ഫലം കിട്ടും. ഓപ്പൺ എയർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. നിറച്ച് പുഴുവാണ്. കാര്യം നമുക്ക് ഈ തളിക്കുന്ന സാധനങ്ങളിലൊന്നും എഫക്റ്റീവ് ആകത്തില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി നമ്മൾ അക്വപോണിക്സ് അല്ലെങ്കിൽ ജൈവ രീതിയിൽ പുറത്ത് ഓപ്പൺ എയർ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരും. ഇതൊക്കെയാണ് ജൈവ കൃഷിയിൽ നമുക്ക് പലരും പിന്നോട്ട് പോകുന്നതിൻ്റെയും കാര്യം ഇതാണ്. കീടങ്ങളുടെ ആക്രമണം ഒരു രക്ഷയില്ല. നമ്മൾ എന്നൊക്കെ ചെയ്തിട്ടും എഫക്റ്റീവ് ആകത്തില്ല. ഇതിൻ്റെ കാര്യം കീടനാശിനികൾ തളിച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് അപ്പം തന്നെ അതിൻ്റെ ഇത് പോവും. രാവിലെ തളിക്കാൻ കാര്യം ഇലകളിലൊക്കെ വെള്ളമായിരിക്കും. കീടങ്ങൾ മൊത്തം കൊണ്ടുപോകും. ഇതൊക്കെയാണ് പലരും കൃഷി നിന്ന് വിട്ടു നിൽക്കാനായിട്ടുള്ള കാര്യം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മഴമറ. അത് എത്രത്തോളം പേർക്ക് പ്രായോഗികമായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതും ആണ്. നമ്മൾ നോക്കുമ്പോൾ പലരും കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിൻ്റെ ഒരു കാരണം. ഇതിന് സഹായം ചെയ്യേണ്ടത് കൃഷി വകുപ്പ് പോലുള്ള സംവിധാനങ്ങളാണ്, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളാണ്. പലപ്പോഴും നമുക്ക് അപേക്ഷിച്ചാൽ കൃഷി വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ മഴമറ കിട്ടാൻ ആയിട്ടുള്ള പ്രതിസന്ധി അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് കാശ് മുടക്കിയൊക്കെ ചെയ്യേണ്ടി വരും. സബ്സിഡി ഒക്കെ നൽകി ചെയ്യുന്നത് കുറച്ച് പേർക്ക് കിട്ടും, കുറച്ച് പേർക്ക് കിട്ടത്തില്ല. ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഉൽപ്പന്നങ്ങൾ വിളവെടുത്തു. അതിൻ്റെ വീഡിയോയും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്തേക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. നമ്മുടെ ഈച്ച കുത്തിയവനെ നമ്മൾ പൊട്ടിക്കുന്നില്ല.
ഇങ്ങനെ പൊട്ടിക്കാം. ഇത് മൂത്തതാ ആണ്. നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു വിളവെടുപ്പ് നമുക്ക് കൊണ്ടുവന്ന് തൂക്കി നോക്കാം. ഇത്രയും സാധനം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇവനെയും കൂടെ നമുക്ക് പൊട്ടിച്ചേക്കാം. കുക്കുംബർ, പാവയ്ക്കൊക്കെ ആയി വരുന്നുണ്ട്. പാവയ്ക്കൊക്കെ നല്ലപോലെ ആയി വരുന്നുണ്ട്. കുക്കുംബറുമൊക്കെ നമുക്ക് തൂക്കി നോക്കിയിട്ട് എന്ത് ചെയ്യാം, വെച്ച് നോക്കി നമ്മുടെ യാതൊരു പരിചരണമില്ലാതെ ഉള്ള ഒരു വിളവെടുപ്പ് അക്വാപോണിക്സിൽ. തൂക്കി നോക്കും. ഇതിൻ്റെ അകത്ത് ഏറ്റവും നമ്മൾ ആവറേജ് കഴിഞ്ഞ ദിവസം പൊട്ടിച്ചത് 400, ഇതിപ്പോൾ 440 ഗ്രാമുണ്ട്. ബാക്കിയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് തൂക്കി നോക്കാം എത്ര കിട്ടി എന്നാണ്. രണ്ടേകാൽ കിലോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, അക്വാപോണിക്സിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യം. യാതൊരു വളവും ഒന്നും ഇടാതെ, മറ്റ് കൃഷി മാർഗങ്ങളൊന്നുമില്ല. നമ്മുടെ ചാനൽ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരുമിച്ച് ഒരു 2.25 കിലോ കുക്കുംബർ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. ഈ കൃഷിയാണ് നഷ്ടമെന്ന് പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, എന്താ ഇതിന് പറയുക? ഓരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യം. നമ്മുടെ ആവശ്യമുള്ളത് കഴിഞ്ഞാൽ നമുക്ക് അതിലൊക്കെ കൊടുക്കാം, അതിലൊക്കെ ചെയ്യാം. കുറച്ച് പാട്ടുള്ളതും കൂടെ വിളവെടുത്തേക്കാം. വയലറ്റ് കളറിലുള്ള വയറുണ്ട്, പച്ച കളറിലുള്ള വയറുണ്ട്. നമുക്കൊരു തോരനുള്ള വയർ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കും. ആദ്യം ഇപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഉണ്ടായ 1-2 പയർ നമുക്ക് പറിക്കാം. ഇപ്പോൾ ഒരു തോരനുള്ള വയർ കിട്ടും. പയറിനുണ്ട് സവാളയും ഒക്കെ ഇട്ട് തേങ്ങയും ഒക്കെ ഇട്ട് ഒരു തോരന് ഉള്ള പയർ നമുക്ക് നിൽപ്പുണ്ട്. നമുക്ക് ഏതായാലും ഉള്ളത് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അക്വാപോണിക്സിൽ കൃഷി ചെയ്താൽ വലിയ പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ല. ഈ പരിചരണം ആവശ്യമില്ല എന്ന് പറയുന്നതിൻ്റെ അടിവളമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കേണ്ടി വരത്തില്ല. ഇപ്പോൾ ജൈവ രീതിയിൽ ചെയ്യുമ്പോൾ കോഴിക്കാഷ്ടം, ചാണകം, സ്ലറി അതുപോലുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അപ്പം അക്വാപോണിക്സിൽ ഈ നട്ടു കൊടുക്കുക എന്നുള്ളൊരു പ്രക്രിയ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവിടെ നിന്ന് വളർന്നോളും. പക്ഷേ ഒരൊറ്റ പ്രശ്നം, ഇപ്പോൾ ഈ മഴ സമയത്ത് വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഭയങ്കര കീടങ്ങളുടെ ആക്രമണമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ കടകളിൽ ഇതുപോലെ വരുന്ന പച്ചക്കറികൾക്കകത്ത് എന്തുമാത്രം വിഷം തളിച്ചായിരിക്കും വരുന്നതെന്നുള്ളത്, ഇത് ഉൽപ്പാദിപ്പിച്ചെടുക്കണമെങ്കിൽ. അപ്പോൾ നമ്മുടെ പ്രതിസന്ധി പറഞ്ഞു, കാര്യം വേപ്പെണ്ണ, വെളുത്തുള്ളി പോലുള്ള മിശ്രിതങ്ങൾ തളിച്ച് എടുക്കുമ്പോൾ എന്തുമാത്രം ഇല തിന്നുന്നതെങ്കിൽ വീഡിയോയിൽ കാണാം. അപ്പം നമുക്ക് വേണ്ട നല്ല ശുദ്ധമായ ജൈവ പച്ചക്കറി വേണമെങ്കിൽ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കണം. ഇല്ലെങ്കിൽ നല്ല വിഷം തളിച്ച് നല്ല അടിപൊളി പയറും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ശുദ്ധമായ പച്ചക്കറി കഴിക്കാം, അല്ലെങ്കിൽ കടയിൽ നിന്ന് വിഷമുള്ള പച്ചക്കറി മേടിച്ച് കഴിക്കാം. അപ്പോൾ ഓക്കെ.